നമുക്ക് അയൽ ജില്ലയായ തൊട്ടടുത്ത ജില്ലയായ കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് 9 സീറ്റുകളാണുള്ളത്. കോട്ടയത്ത് നിന്ന് സനോജ് നമ്മോടൊപ്പം ചേരുകയാണ്. സനോജ്, എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എവിടെയാണ് സനോജ് ഇപ്പോൾ നിൽക്കുന്നത്? രാജേന്ദ്രൻ, കോട്ടയം ജില്ലയിലെ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്തെ ബെസിലിയസ് കോളേജിലാണ്. ഇവിടെയാണ് കേന്ദ്ര മീഡിയ റൂം പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വൈക്കം മണ്ഡലം എണ്ണുന്നുണ്ട്. തൊട്ടടുത്ത് MD സെമിനാരി സ്കൂളുണ്ട്. അവിടെയാണ് ഏറ്റുമാനൂരും കോട്ടയം മണ്ഡലവും എണ്ണുന്നത്. കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങൾ എണ്ണുന്നത് 5 കേന്ദ്രങ്ങളിലായിട്ടാണ്. ആ കേന്ദ്രങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. പാലായിൽ എണ്ണുന്നത് കടുത്തുരുത്തി, ഒപ്പം തന്നെ പാല, അത് കാർമൽ പബ്ലിക് സ്കൂൾ പാലയിലാണ്. വൈക്കം എണ്ണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ബെസിലിയസ് കോളേജിലാണ്. ഏറ്റുമാനൂരിലെ എണ്ണുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റുമാനൂരും കോട്ടയവും എണ്ണുന്നത് കോട്ടയത്തെ MD സെമിനാരി സ്കൂളിലാണ്. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങൾ എണ്ണുന്നത് SBHSS ചങ്ങനാശ്ശേരിയിലാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ എണ്ണുന്നത് അരുവിത്തറ സെൻറ്റ് ജോർജ് സ്കൂളിലാണ്. ഇങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലെ 5 കേന്ദ്രങ്ങളിലായി എണ്ണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വോട്ടുകൾ നീക്കം ചെയ്തതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2026 ഈ തെരഞ്ഞെടുപ്പിൽ 1,57,729 വോട്ടുകളാണ് ആകെ ഏറ്റുമാനൂർ മണ്ഡലത്തിലുണ്ടായിരുന്നത്. അതിൽ 1,20,966 വോട്ടുകൾ പോൾ ചെയ്തു. അത് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 1,68,034 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,22,417 വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തു. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 1,450ഓളം വോട്ടുകൾ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോളിംഗ് ഉയർന്നിട്ടുണ്ട്, പക്ഷേ വോട്ട് കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. 5000-ൽ പരം വോട്ടിൻ്റെ കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വോട്ട് കൂടിയിട്ടുള്ളത് പൂഞ്ഞാർ മണ്ഡലത്തിലാണ്. ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ 5000-ഓളം വോട്ട് ഇത്തവണ കൂടിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ശക്തമായ പോരാട്ടം നടന്ന ഒരു ജില്ല തന്നെയാണ് കോട്ടയം. പ്രത്യേകിച്ച് വലതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രധാനപ്പെട്ട ജില്ല കൂടിയായിരുന്നു കോട്ടയമെങ്കിൽ പോലും ആ വലതുപക്ഷ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ 5 ഇടങ്ങളിൽ ഇടതുമുന്നണിക്ക് വിജയിച്ച് കയറാൻ കഴിയത്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, വൈക്കം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇക്കുറിയും നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറിലും ശക്തമായ മത്സരങ്ങളാണ് എങ്കിൽ കൂടിയും അവിടെയും വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടന്ന 2 മണ്ഡലങ്ങളുണ്ട്. അതിൽ പാലയും ഒപ്പം തന്നെ പൂഞ്ഞാറുമാണ്. ഷോൺ ജോർജ് പാലയിൽ മത്സരിച്ചപ്പോൾ ഷോൺ ജോർജിൻ്റെ പിതാവായിട്ടുള്ള PC ജോർജ് മത്സരിച്ചത് പൂഞ്ഞാറിലാണ്. അങ്ങനെ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമാണ് പാലായും പൂഞ്ഞാറും. ഈ പാല ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി ഉള്ളത്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം വന്നപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അവിടെ വലിയ മേൽക്കോയ്മ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. FCRA വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് പാല. അങ്ങനെ പാലായിൽ ഇക്കുറി ജോസ് കെ മാണിക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. സിറ്റിംഗ് സീറ്റായിട്ടുള്ള ഏറ്റുമാനൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ വോട്ടായി മാറും. അതുവഴി ഉറച്ച ആത്മവിശ്വാസത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ DCC പ്രസിഡൻ്റായിട്ടുള്ള നാട്ടക സുരേഷാണ് വന്നത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് ഇക്കുറി ജോസഫ് വിഭാഗത്തിൽ നിന്നും പിടിച്ചു വാങ്ങിയാണ് അവിടെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള DCC പ്രസിഡന്റ് നാട്ടക സുരേഷ മത്സരരംഗത്ത് വന്നത്. ദീർഘകാലമായി കൈപ്പത്തിയിൽ ഒരാൾ ഏറ്റുമാനൂരിൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതിൻ്റെതായ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDFിനുള്ളത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിലൂടെ ആ ആത്മവിശ്വാസമെല്ലാം മറികടന്നുകൊണ്ട് LDFിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. പ്രത്യേകിച്ച് സിറ്റിംഗ് MLA ആയിട്ടുള്ള LDFിലെ ജോബ് മൈക്കിളും അതുപോലെ തന്നെ ബിനു ജോവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ബിനു ജോവും തമ്മിലാണ് അവിടെ മത്സരിക്കുന്നത്. B രാധാകൃഷ്ണ മേനോനാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബിനു ജോവ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ശക്തമായ മത്സരം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിലൊന്ന് ചങ്ങനാശ്ശേരിയാണ്, മറ്റൊന്ന് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തിയെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 5000-ൽ പരം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവാണ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മോൻസ് ജോസഫാണ് അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള UDFിന് വേണ്ടി മത്സരിക്കുന്നത്. നിർമ്മല ജിമ്മിയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗമായി അവിടെ മത്സരിക്കുന്നത്. ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കടുത്തുരുത്തിയിലും
ഫലം പ്രവചനാതീതമാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. അങ്ങനെ നിലവിൽ 5 സീറ്റുകൾക്കൊപ്പം പാലായും ഒപ്പം തന്നെ കടുത്തുരുത്തിയും വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദീർഘകാലമായി ഉള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. ആ കോട്ടയം മണ്ഡലത്തിൽ LDF രംഗത്തിറക്കിയിരിക്കുന്നത് കെ അനിൽകുമാറിനെയാണ്. കെ അനിൽകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 1,13,000 പരം വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ NDAയുടെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും മറ്റ് ചെറു പാർട്ടികളും സ്വതന്ത്രമാരും ഉൾപ്പെടെ ഒരു 13,000 പരം വോട്ടുകൾ പിടിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 50,000 പരം വോട്ട്, 50,000 വോട്ട് പിടിക്കുന്ന ആളുകൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കോട്ടയം മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് മത്സരിച്ച കെ അനിൽകുമാർ 46,000 പരം വോട്ടാണ് കോട്ടയം മണ്ഡലത്തിൽ നേടിയത്. അതിൻ്റെ കൂടെ ഇത്തവണ കുറച്ചുകൂടി വോട്ടുകൾ നേടി വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കെ അനിൽകുമാർ ഉള്ളത്. അങ്ങനെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ മത്സരങ്ങൾ പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. പുതുപ്പള്ളിയിലാണെങ്കിൽ ചാണ്ടി ഉമ്മൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ചാണ്ടി ഉമ്മനും തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെ അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസക്കുറവ് ചാണ്ടി ഉമ്മൻ്റെ വാക്കിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടുകയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ചാണ്ടി ഉമ്മൻ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 7 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കും. ഈ 5 കേന്ദ്രങ്ങളിലെയും കൃത്യമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണുള്ളത്. എന്തായാലും ഫലങ്ങൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പ്രവചനാതീതമാണ്. ഇടതുമുന്നണി ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രൻ, സനോജ് പറഞ്ഞതുപോലെ 9 മണ്ഡലങ്ങൾ അത് LDFനും UDFനും വളരെ നിർണായകമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളെല്ലാം കണ്ടതുപോലെ സ്ട്രോങ് റൂമുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലെയും സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു.